ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പിസ്സ സോസാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം പിസ്സ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ പിസ്സ സോസ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്കിത് ഇങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ 4 തക്കാളി വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനൊരു മിക്സിയുടെ ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ഇതുപോലെ പീസാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ തക്കാളി മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ മുഴുവൻ തക്കാളിയും എടുത്തിട്ടില്ല, ആകെ 2 തക്കാളി മാത്രമേ ഇതിൽ എടുത്തിട്ടുള്ളൂ. ഇനി സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് 2 തക്കാളിയില്ലേ, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉണക്കമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് വയ്ക്കാം. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ പിസ്സ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെയും ബൈ.